തുടർച്ചയായി 13 ദിവസത്തെ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനുമായി നയതന്ത്ര ചർച്ചയുമായി US ടെഹ്റാനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും പരാജയപ്പെട്ടാൽ ശക്തമായ തിരിച്ചടി നൽകാൻ US സജ്ജമാണെന്നും ട്രംപ് അറിയിച്ചു. ഇറാൻ സമ്മർദ്ദങ്ങൾക്കോ ഭീഷണികൾക്കോ ഭയപ്പെടുന്നില്ലെന്നും ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകാൻ സജ്ജമാണെന്നുമാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ മറുപടി. ഇതിനിടെ ഗൾഫ് രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്നവരോട് എത്രയും വേഗം 1/2 കിലോമീറ്റർ ദൂരത്തേക്കെങ്കിലും മാറണമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇപ്പോൾ ഈ ചർച്ചയുടെ സാഹചര്യം ഒരുങ്ങിയെന്ന് കരുതാമോ? കാരണം പരസ്പരം വെല്ലുവിളികൾ ഒരു തരത്തിലും അവസാനിക്കുന്നില്ല. ട്രംപ് വീണ്ടും ഇറാനെ ആക്രമിക്കും, തന്ത്രങ്ങൾ മാറ്റുന്നു, ശക്തമായ ആക്രമണം ഉണ്ടാകും. അതിപ്പോൾ നേരത്തെയുള്ള എപ്പിക് ഫ്യൂറിയേക്കാളൊക്കെ ഭയാനകമായ ആക്രമണമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ മറ്റൊരു സൈഡിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണ് ഇപ്പോൾ ഉള്ളത്? നിലവിലെന്തായാലും കരമാർഗമുള്ള US ആക്രമണങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടായിരിക്കുകയാണ്. 13 ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ശേഷമാണ് ഒന്ന് പോസ് ചെയ്യാൻ US തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ട്രംപ് നിലവിൽ US മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് ടെഹ്റാനുമായി നിലവിൽ ചർച്ചകൾ നടക്കുകയാണ് എന്നാണ്. അതുവരെ ആക്രമണങ്ങൾ തങ്ങൾ ഒന്ന് നിർത്തിവെച്ചിട്ടുണ്ട്. അവരുമായി ഇപ്പോൾ ഡീലുണ്ടാക്കാൻ 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, പൂർണ്ണമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് കടക്കുക, അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചയിലൂടെ വിഷയങ്ങൾ പരിഹരിക്കുക. ടെഹ്റാൻ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായി കാണുന്നു എന്നാണ് തന്റെ വിലയിരുത്തൽ എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. US ഏത് സമയവും ആക്രമണം നടത്താൻ സജ്ജമാണെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ലോക്ക് ആൻഡ് ലോഡഡ് എന്ന് പറയുന്ന വാക്കാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ലോഡഡ് ആയിട്ടിരിക്കുകയാണ്, ഏത് നിമിഷം വേണമെങ്കിലും US ആക്രമണം നടത്തും എന്നും അദ്ദേഹം പ്രതികരിച്ചു. ഇതിനിടെ CNN-ന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ട്രംപ് ചില ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ചില വിവരങ്ങളാണ്. അവർ പറയുന്നത് ഈ ചർച്ചയിൽ ട്രംപ് ഇറാനുമായിട്ട് വേണ്ടി വന്നാൽ കൂടുതൽ ആക്രമണം കടുപ്പിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ തേടി എന്നാണ്. ഈ ആക്രമണം ഇറാനുമേൽ കൂടുതൽ കടുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ വിജയസാധ്യതകൾ, അതുപോലെ എത്ര ദിവസം ഈ ആക്രമണങ്ങൾ തുടരേണ്ടി വരും, ഇത് കാരണം US-ന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തികമായും ആയുധപരമായിട്ടുമുള്ള നഷ്ടങ്ങൾ, ഇവയെല്ലാം ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ചർച്ച ചെയ്തു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി പറയുന്നത് സമ്മർദ്ദങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ തങ്ങളെ ഭയപ്പെടുത്താനാകില്ല എന്നാണ്. തങ്ങളുടെ സൈന്യം ഏത് നിമിഷവും സജ്ജമായി തന്നെ ഇരിക്കുകയാണ്, ശത്രുക്കൾക്ക് കനത്ത മറുപടി നൽകുമെന്നും അബ്ബാസ് അരക്ചി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ IRGCയുടെ ഭാഗത്ത് നിന്ന് ഒരു പുതിയ മുന്നറിയിപ്പ് വരുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളിൽ US സൈനിക താവളങ്ങൾക്ക് സമീപം താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പൗരന്മാരോട് എത്രയും വേഗം തന്നെ ഒരു 1/2 കിലോമീറ്റർ അകലത്തേക്കെങ്കിലും മാറണം എന്നാണ് IRGCയുടെ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ നിന്ന് ചില അനിഷ്ട സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട്. US ഒരു ഇറാനിയൻ എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം നടത്തി എന്നാണ്. ഈ എണ്ണ ടാങ്കർ US-ന്റെ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു. അതിന് പിന്നാലെയായിരുന്നു ഈ ആക്രമണം എന്നാണ് US അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ചെങ്കടലും പുതിയൊരു ആക്രമണ ഭൂമിക ആയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ ഒരു എണ്ണ ടാങ്കറിന് നേരെ ഹൂതി വിമതർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തിന് പിന്നാലെ യമനിലുള്ള ഒരു തുറമുഖ നഗരത്തിലേക്ക് സൗദി അറേബ്യ തിരിച്ച് പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട്. ഹൂതികളെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ ആക്രമണം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനിലേക്കുള്ള കരമാർഗത്തിലെ ആക്രമണം മാത്രമാണ് US നിലവിൽ നിർത്തിവെച്ചിട്ടുള്ളത്. ചർച്ചകൾക്ക് എന്തെങ്കിലും തീരുമാനമാകുമോ എന്നറിയാൻ നമുക്ക് ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ല. അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. തൽക്കാലം ഒന്ന് ആക്രമണം നിർത്തിവെച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഏത് നിമിഷവും US അത് പുനരാരംഭിച്ചേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്.